ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം 20-തമോ അധ്യായഃ. 20-ാമത്തെ അധ്യായത്തിൽ ജംബുദ്വീപം ഒഴിച്ചുള്ള മറ്റ് പ്ലക്ഷാദി ദ്വീപുകളും ലോകാലോക പർവ്വതങ്ങളും ഒക്കെയാണ് വർണ്ണിക്കുന്നത്. ഇങ്ങനെയുള്ള വർണ്ണനകളൊന്നും ഇനി വളരെയധികം വിശദീകരിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, പുരാണം എന്നതൊരു കാടാണ്. ആ കാട്ടിനുള്ളിൽ നിന്ന് നമുക്ക് വേണ്ടത് മാത്രം എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് ഉപയോഗപ്പെടുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ വിശദീകരിച്ച് പറയുന്നതാണ്. അല്ലാത്തവ ഒന്ന് ഓടിച്ചു പോവുകയാണ് ചെയ്യുക. ശ്രീശുക ഉവാച, 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അതഃപരം പ്ലക്ഷാദീനാം, ഇനിമേൽ പ്ലക്ഷാദി ദ്വീപുകളുടെ പ്രമാണലക്ഷണ സംസ്ഥാനതഃ, അവയുടെ ചുറ്റളവ്, സ്വരൂപം, കിടപ്പ് ഇവയോടുകൂടി വർഷവിഭാഗഃ, അവയിലെ വർഷങ്ങളുടെ വിഭാഗം ഉപവർണ്യതേ, വർണ്ണിക്കപ്പെടുന്നുണ്ട്. 2. ജംബുദ്വീപോയം, അയം ജംബുദ്വീപഃ, ഈ ജംബുവെന്ന ദ്വീപ് യാവത് പ്രമാണ വിസ്താരഃ, എത്രമാത്രം വലുപ്പമുള്ളതാണോ, താവതാ ക്ഷാരോദധിന, അത്രയും വലുപ്പമുള്ള ഉപ്പുരസ സമുദ്രത്താൽ, യഥാ മേരുഹു ജംബുവാഖ്യേന, മേരുപർവ്വതം ജംബുദ്വീപിനാൽ എന്നതുപോലെ പരിവേഷ്ടിതഃ, ചുറ്റപ്പെട്ടിരിക്കുന്നു. ജംബുദ്വീപിനെ ചുറ്റി വലിയൊരു ലവണ സമുദ്രം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഈ ലവണ സമുദ്രത്തെക്കാളും തതഃ ദ്വിഗുണ വിശാലേന, അതിനേക്കാളും ഇരട്ടി വിസ്താരമുള്ള പ്ലക്ഷാഖ്യേന, പ്ലക്ഷം എന്നു പേരായ ദ്വീപിനാൽ, ബാഹ്യ ഉപവനേന, ബാഹ്യോദ്യാനത്താൽ, യഥാ പരിഖാ പരിക്ഷിപ്തഃ, കിടങ്ങെന്നതുപോലെ ചുറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജംബുദ്വീപിന് ചുറ്റും ലവണ സമുദ്രം, ആ ലവണ സമുദ്രത്തെ ചുറ്റിയാണ് ഈ പ്ലക്ഷദ്വീപ്. ദ്വീപാഖ്യാകരഃ പ്ലക്ഷഃ, ഈ ദ്വീപിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം പ്ലക്ഷം എന്ന വൃക്ഷം ജംബൂ പ്രമാണഃ, ജംബുദ്വീപിന് ആ പേര് വരാൻ കാരണം അവിടെയുള്ള ജംബൂ വൃക്ഷമാണ്. ഇതുപോലെ പ്ലക്ഷം എന്ന വൃക്ഷം ധാരാളം ഉണ്ട്. അവ ഹിരൺമയഃ ഉത്ഥിതഃ, സ്വർണമയമായിട്ട് വളരെയധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. യത്ര, ഈ ഒരു പ്ലക്ഷദ്വീപിൽ, സപ്തജിഹ്വഃ അഗ്നിഹി, 7 നാവുള്ള അഗ്നി ഭഗവാൻ ഉപാസ്തേ, സന്നിധാനം ചെയ്യുന്നുണ്ട്. ഇനി ഈ ദ്വീപിന്റെ അധിപതി, തസ്യ അധിപതി പ്രിയവ്രതാത്മജഃ ഇദ്മജിഹ്വഃ, പ്രിയവ്രതപുത്രനായ ഇദ്മജിഹ്വനാണ്. ഇനി ഈ ഇദ്മജിഹ്വൻ സ്വം ദ്വീപം, തന്റെ ദ്വീപിനെ 7 വർഷാണി വിഭജ്യ, 7 വർഷങ്ങളായി വിഭജിച്ചു. ജംബുദ്വീപ് 9 വർഷങ്ങളാക്കിയിട്ടാണ് വിഭജിച്ചത്. ഈ പ്ലക്ഷദ്വീപ് 7 ഖണ്ഡങ്ങളായിട്ട് വിഭജിച്ചിട്ട് സപ്തവർഷനാമഭ്യഃ, ഈ 7 വർഷങ്ങളുടെ പേരോടുകൂടിയ ആത്മജേഭ്യഃ, മക്കൾക്കായി ആകലയ്യ, ഏൽപ്പിച്ചു കൊടുത്ത ശേഷം, സ്വയം ആത്മയോഗേന, ഈ ഇദ്മജിഹ്വൻ സമാധിയോഗത്തെ സ്വീകരിച്ച് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഉപരരാമ, വിരമിച്ചു. ഈ 7 വർഷങ്ങളുടെ പേരാണ് 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശിവം, യവസം, സുഭദ്രം, ശാന്തം, ക്ഷേമം, അമൃതം, അഭയം. കൂടാതെ ഗിരയഃ നദ്യഃ ച, പർവ്വതങ്ങളും നദികളും സപ്തയേവ അഭിജ്ഞാതാഃ, 7 പർവ്വതങ്ങളും നദികളും ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പ്ലക്ഷദ്വീപിലെ 7 പർവ്വതങ്ങൾ, അവയെക്കുറിച്ചാണ്, അതുപോലെ നദികളെ കുറിച്ചുമാണ് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പർവ്വതങ്ങൾ മണികൂടം, വജ്രകൂടം, ഇന്ദ്രസേനം, ജ്യോതിഷ്മാൻ, സുപർണം, ഹിരണ്യഷ്ഠീവം, മേഘമാലം.
ഇനി നദികളുടെ പേര് അരുണ, നിർമ്ന, ആംഗരസി, സാവിത്രി, സുപ്രഭാത, ഋതംഭര, സത്യംഭര. ഈ നദികളിലെ യാസാം ജലോപസ്പർശന വിധൂത രജസ്തമസഹ, ഈ നദികളിലെ ജലം സ്പർശിക്കുന്നതിനാൽ രജസ്തമോ ഗുണങ്ങൾ വിട്ടുപോയവരായ ഹംസൻ, പതങ്കൻ, ഊർധ്വായനൻ, സത്യാംഗൻ എന്നീ പേരുകളോടുകൂടിയ ചത്വാരഹ വർണ്ണാഹ 4 വർണ്ണങ്ങൾ സഹസ്രായുഷഃ 1000 സംവത്സരം ആയുസ്സുള്ളവരും വിബുധോപമം ദേവന്മാരെ പോലെ കാഴ്ചയിലുള്ള പ്രജാനാഹ സന്താന ഉത്പാദനത്തോടു കൂടിയവരുമായിട്ട് സ്വർഗദ്വാരം സ്വർഗത്തിലേക്കുള്ള ദ്വാരമായും ത്രയീമയം ആത്മാനം വേദാത്മകനായും ഇരിക്കുന്ന ആ ഭഗവന്തം സൂര്യനാരായണ സ്വാമിയെ ത്രയ്യാവിദ്യയ വേദമന്ത്രം കൊണ്ട് യജന്തേ ഉപാസിക്കുന്നു. ഈ 7 നദികളിലെയും ജലത്തിൽ കുളിക്കുന്നത് കൊണ്ട് പൂർണ്ണ സത്വസ്വരൂപികളായി തീർന്നവരാണ് ഹംസൻ, പതങ്കൻ, ഊർധ്വായനൻ, സത്യാംഗൻ. അപ്പോൾ ഇവരാണ് ദേവന്മാർക്ക് തുല്യമായ സന്താനങ്ങളോടുകൂടി സൂര്യനാരായണ സ്വാമിയെ ജപിച്ചുകൊണ്ട് അങ്ങനെ അവിടെ ജീവിക്കുന്നത്. സൂര്യനാരായണ സ്വാമിയെ ജപിക്കാനുള്ള ഒരു മന്ത്രമാണ് 5-ാമത്തെ ശ്ലോകം. പ്രത്നസ്യ വിഷ്ണോരൂപം യത് സത്യസ്യ ഋതസ്യ ബ്രഹ്മണഃ അമൃതസ്യ ച മൃത്യോഃ ച സൂര്യം ആത്മാനം ഈമഹി, സൂര്യം ആത്മാനമീമഹി ഇതി. ആ സൂര്യനാരായണ സ്വാമിയെ ഇങ്ങനെയാണ് സ്തുതിക്കുന്നത്. സത്യസ്യ സത്യത്തിൻ്റെയും, ഋതസ്യ ഋതം എന്നാൽ വേദപ്രാമാണ്യമുള്ള ധർമ്മത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ബ്രഹ്മണഃ ച വേദത്തിൻ്റെയും, അമൃതസ്യ ശുഭഫലത്തിൻ്റെയും, മൃത്യോഃ ച അശുഭഫലത്തിൻ്റെയും ആത്മാനം അധിഷ്ഠാതാവായി പ്രത്നസ്യ പുരാണ പുരുഷനായിരിക്കുന്ന മഹാവിഷ്ണോഹോ ആ മഹാവിഷ്ണുവിൻ്റെ തന്നെ രൂപം തന്നെയാണ് ആ സൂര്യഭഗവാൻ. യത് യാതൊന്നാണോ അതായി പ്രകാശിക്കുന്ന സൂര്യനാരായണ സ്വാമിയെ ഈ മഹി ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഇതാണ് ലക്ഷദ്വീപവാസികളുടെ സൂര്യോപാസന മന്ത്രം. ഇത് ആർക്കും ജപിക്കാവുന്നതാണ്. 6-ാമത്തെ ശ്ലോകം. പ്ലക്ഷാദിഷു പഞ്ചസു പുരുഷാണാം, പ്ലക്ഷം മുതലായ 5 ദ്വീപുകളിലും അവിടെയുള്ള ജനങ്ങളുടെ ആയുഹു ഇന്ദ്രിയം ഓജഹ, ആയുസ് ഇന്ദ്രിയബലം, ഓജസ്, സഹഹ എന്നാൽ മനഃശക്തി, ബലം ശരീരശക്തി, ബുദ്ധിശക്തി, വിക്രമഃ പരാക്രമം ഇതിച്ച ഇവയെല്ലാം സർവേഷാം ഔത്പത്തികി സിദ്ധിഹി, ഇതൊന്നും ആരും ഉണ്ടാക്കിയെടുക്കേണ്ടതില്ല, എല്ലാം സ്വാഭാവികമായി സിദ്ധിക്കുന്നു. അങ്ങനെ അവിശേഷേണ വർത്തതെ വ്യത്യാസമില്ലാതെ ഇരിക്കുന്നു. ഇനി പ്ലക്ഷദ്വീപത്തിന് ചുറ്റുമുള്ളത് കരിമ്പുനീർ കടലാണ്. യഥാപ്ലക്ഷ എത്രത്തോളം വലുപ്പമുണ്ടോ പ്ലക്ഷദ്വീപത്തിന് സ്വസമാനേന അതിനോളം തന്നെ വലുപ്പമുള്ള ഇക്ഷുരസോദേന കരിമ്പിന്റെ നീരുള്ള കടൽ അതിനാൽ ആവൃതഃ ചുറ്റപ്പെട്ടിരിക്കുന്നു. തഥാ അതുപോലെ അതിനേക്കാളും ദ്വിഗുണവിശാലഃ ഇരട്ടി വലുപ്പമുള്ള ശാൽമലഃ ദ്വീപഃ ശാൽമലം എന്നു പേരായ ദ്വീപവും സമാനേന സുരോദേന ഇനി അതിനോളം വലുപ്പമുള്ള ഈ ശാൽമല ദ്വീപിന്റെ ചുറ്റുമുള്ളത് സുരാസമുദ്രം മധ്യമാണത്രേ അവിടെ ഉള്ളത്. മധ്യസമുദ്രത്താൽ ആവൃതഃ പരിവൃങ്ക്തേ വലയിതമായി ചുഴന്നു കിടക്കുന്നു. അതിനു ചുറ്റുമുള്ളത് മധ്യസമുദ്രമാണ്. ഇനി എന്തുകൊണ്ട് ഇങ്ങനെയൊരു പേര് വന്നു? 8-ാമത്തെ ശ്ലോകം. എത്രഹ വൈ ഈ ശാൽമല ദ്വീപിലാകട്ടെ പ്ലക്ഷായാമ ഈ പ്ലക്ഷവൃക്ഷത്തോളം തന്നെ വലിയ ശാൽമലി എന്ന വൃക്ഷമുണ്ട്. യസ്യാം വാവകില അതിൻ്റെ മുകളിലാണ് പോലും ഛന്ദഃ സ്തുതഃ സ്വ അവയവങ്ങളായി ഭവിച്ചിരിക്കുന്ന വേദമന്ത്രങ്ങളാൽ ശ്രീഹരിയെ സ്തുതിക്കുന്ന പദത്രിരാജസ്യ പക്ഷിരാജനായ ഗരുഡന്റെ ഭഗവതഃ നിലയം ആഹുഹോ വാസസ്ഥാനമാണെന്ന് മഹാന്മാർ പറയുന്നു. ഈ ശാൽമലി വൃക്ഷത്തിലാണ് ഗരുഡൻ കുടികൊള്ളുന്നത് എന്ന് പറയുന്നു. ആ ദ്വീപഹൂതയെ അതുകൊണ്ട് ആ ദ്വീപിന്
ശാൽമലം എന്ന പേര് ഉപലക്ഷ്യതയെ ഇട്ടിരിക്കുന്നു. ആ ശാൽമല ദ്വീപിന്റെ അധിപതിയെ കുറിച്ച് പറയുന്നു 9-ാമത്തെ ശ്ലോകം. തത് ദ്വീപാധിപതി, ആ ദ്വീപിന്റെ അധിപതിയായിരുന്ന പ്രിയവ്രതാത്മജഃ യജ്ഞബാഹു, പ്രിയവ്രതന്റെ മകനായ യജ്ഞബാഹു, അവർക്കും 7 മക്കളാണ്. അങ്ങനെയുള്ള സ്വസുതേഭ്യഃ സപ്തഭ്യഃ, 7 മക്കൾക്കും തന്നാമാനി സപ്തവർഷാണി, ആ മക്കളുടെ പേരുള്ള 7 ഭൂഖണ്ഡങ്ങളെ, വർഷങ്ങളെ വിഭജിച്ചു കൊടുത്തു. അവരുടെ മക്കളുടെയും ആ വർഷങ്ങളുടെയും പേരാണ് സുരോചനം, സൗമനസ്യം, രമണകം, ദേവവർഷം, പാരിഭദ്രം, ആപ്യായനം, അവിജ്ഞാതം. ഇനി ആ ദ്വീപിലും 7 പർവ്വതങ്ങളും നദികളുമുണ്ട്. അവയുടെ പേരുകളാണ് 10-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തേഷു അഭിജ്ഞാതാഹ, ആ ഖണ്ഡങ്ങളിൽ സുപ്രസിദ്ധങ്ങളായ വർഷാദ്രയഃ, വർഷസീമാ പർവ്വതങ്ങളും, നദ്യഃ ച, നദികളും, സപ്തയേവ, 7 തന്നെയാണ്. 7 പർവ്വതങ്ങൾ സ്വരസം, ശതശൃംഗം, വാമദേവൻ, കുന്ദൻ, മുകുന്ദൻ, പുഷ്പവർഷൻ, സഹസ്രശ്രുതി. നദികൾ അനുമതി, സീനിവാലി, സരസ്വതി, കുഹു, രജനി, നന്ദ, രാഗ. ഇനി അവിടെ നിന്ന് ഭഗവാനെ പൂജിക്കുന്നവരാണ്, അവരെ കുറിച്ചാണ് പറയുന്നത് 11-ാമത്തെ ശ്ലോകം. തദ്വർഷ പുരുഷാഹ, ആ വർഷങ്ങളിലെ നിവാസികളായ ജനങ്ങൾ, ശ്രുതധര, വീര്യധര, ശ്രുതധരന്മാർ, വീര്യധരന്മാർ, വസുന്ധരന്മാർ, ഇഷന്ധരന്മാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നവരാണ്. അവർ വേദമയം ആത്മാനം ഭഗവന്തം സോമം, സോമദേവനെ, ഭഗവാൻ തന്നെയായിരിക്കുന്ന സോമദേവനെ വേദേന യജന്തേ, വേദമന്ത്രത്താൽ ഉപാസിക്കുന്നു. ഇനി സോമരാജമന്ത്രം എന്താണെന്ന് പറയുന്നു 12-ാമത്തെ ശ്ലോകം. സ്വഗോഭിഃ പിതൃദേവേഭ്യോ വിഭജൻ കൃഷ്ണശുക്ലയോഃ പ്രജാനാം സർവാസാം രാജ അന്ധഃ സോമോ ന ആസ്തു ഇതി, ആസ്ത്വിതി. കൃഷ്ണശുക്ലയോഃ, കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിലുമായിട്ട് പിതൃദേവേഭ്യഃ, അപ്പോൾ കൃഷ്ണപക്ഷത്തിൽ പിതൃക്കൾക്കും ശുക്ലപക്ഷത്തിൽ ദേവന്മാർക്കും, സ്വഗോഭിഃ, ഇവിടെ ഗോ എന്നതിന് കിരണം എന്നർത്ഥം, തന്റെ കിരണങ്ങളാൽ, അന്ധഃ എന്ന് വെച്ചാൽ അന്നത്തെ വിഭജിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സോമഃ, ആ സോമദേവൻ, പ്രജാനാം നഃ, പ്രജകളായ നമ്മുടെ, സർവാസാം രാജ, എല്ലാവരുടെയും രാജാവായിട്ട് ഞങ്ങൾക്ക് അനുകൂല ഭാവത്തിൽ വർത്തിക്കുമാറാകട്ടെ എന്നാണ് ശാൽമല ദ്വീപവാസികളുടെ സോമരാജ മന്ത്രം. ഇനി അടുത്ത കുശദ്വീപത്തെ കുറിച്ചാണ് 13-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഏവം സുരോദാത് ബഹിഹി, ഇനി ഈ സുരസമുദ്രത്തിൽ നിന്ന് പുറത്തായിട്ട് തദ് ദ്വിഗുണ വിസ്താരഃ, അതിനേക്കാളും ഇരട്ടി വലുപ്പമുള്ള കുശദ്വീപം, സമാനേന ഘൃതോദേന, ഘൃതം എന്നാൽ നെയ്, അതിനോളം വലുപ്പമുള്ള നെയ് കടലിനാൽ ആവൃതഃ, ചുറ്റപ്പെട്ട്, പൂർവഃ യഥ, മുൻപ് പറഞ്ഞ ആ ദ്വീപുകൾ പോലെ അങ്ങനെ കിടക്കുന്നു. യസ്മിൻ, ഇതിൽ ദേവകൃതഃ കുശസ്തംഭഃ, ഭഗവാൻ തന്നെ അതിൽ സൃഷ്ടിച്ച ഒരു കുശസ്തംഭം ഉണ്ട്. അതുകൊണ്ടാണ് തദ്വീപാഖ്യാകരഃ, ആ ദ്വീപിന് പേര് കുശദ്വീപം എന്ന് വന്നത്. യാഗാദി കർമ്മങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കുശപ്പുല്ല്. ഈ കുശപ്പുല്ല് അപരഹ ജ്വലനഹ ഇവ, മറ്റൊരു അഗ്നി പോലെ, ഷഷ്പരോചിഷ, തന്റെ ഇളം നാമ്പുകളുടെ ഒളി കൊണ്ട്, പ്രകാശം കൊണ്ട്, ദിശഃ വിരാജയതി, ആ ദിക്കുകളെ മുഴുവൻ പ്രശോഭിപ്പിക്കുന്നു. ഇനി ആ ദ്വീപിന്റെ അധിപതി 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഹേ രാജൻ, ഇവിടെ പരീക്ഷത്തിനോടാണ്. തദ്വീപപതി, ആ ദ്വീപിന്റെ നായകൻ, പ്രിയവ്രതഃ, പ്രിയവ്രതപുത്രനായ ഹിരണ്യരേതോ നാമ, ഹിരണ്യരേതസ് എന്നു പേരായുള്ളവനാണ്. ആ ഹിരണ്യരേതസ് സ്വം ദ്വീപം, തന്റെ ദ്വീപിനെ, വസു, വസുദാനൻ, ദൃഢരുചി, നാഭിഗുപ്തൻ, സുത്യവ്രതൻ, വിവിക്തൻ, വാമദേവൻ ഇങ്ങനെ പേരുകളുള്ള
സപ്തഭ്യഃ സ്വപുത്രേഭ്യഃ 7 പുത്രന്മാർക്കായിക്കൊണ്ട് യഥാഭാഗം വിഭജ്യ യഥാക്രമം വിഭജിച്ചു കൊടുത്ത് സ്വയം തപഃ ആതിഷ്ഠത തപസ് അനുഷ്ഠിക്കാനായിട്ട് പോയി. ഈ കുശദ്വീപിലെ പർവ്വതങ്ങളും നദികളും അതാണ് 15ാമത്തെ ശ്ലോകത്തിൽ. തേഷാം വർഷേഷു അഭിജ്ഞാതാഹ ആ വർഷങ്ങളിൽ സുപ്രസിദ്ധങ്ങളായ സീമാഗിരയഃ അതിർത്തി മലകളും നദ്യഃ ച നദികളും സപ്ത സപ്ത ഏവ 7 തന്നെയാണ്. 7 പർവ്വതങ്ങൾ ഇവയാണ്: ചക്രം, ചതുശൃംഗം, കപിലം, ചിത്രകൂടം, ദേവാനീകം, ഊർധ്വരോമാവ്, ദ്രവിണം. 7 നദികൾ രസകുല്യ, മധുകുല്യ, മിത്രവിന്ദ, ശ്രുതവിന്ദ, ദേവഗർഭ, ഹൃദച്യുത, മന്ത്രമാല. ഈ കുശദ്വീപിൽ വെച്ച് ഭഗവാനെ ഉപാസിക്കുന്നവർ ആരൊക്കെയാണെന്നാണ് 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യാസാം പയോഭിഹി ഇതിലെ ജലം കൊണ്ട്, ഈ പറഞ്ഞ നദികളിലെ ജലം കൊണ്ട് ദ്വീപൗകസഹ കുശദ്വീപവാസികളായ കുശലന്മാർ, കോവിദന്മാർ, അഭിയുക്തന്മാർ, കുളകന്മാർ എന്നീ സംജ്ഞകളാൽ അറിയപ്പെടുന്ന ജനങ്ങൾ ജാതവേദ സ്വരൂപിണം അഗ്നിദേവ സ്വരൂപത്തിലിരിക്കുന്ന ഭഗവാൻ ശ്രീഹരിയെ കർമ്മകൗശലേന യജന്തേ. കർമ്മകൗശലം എന്ന് വെച്ചാൽ നിഷ്കാമമായി കർമ്മം ചെയ്യുക, അതാണ്. അങ്ങനെ ഉള്ള പരിശുദ്ധ കർമ്മം കൊണ്ട് ഉപാസിക്കുന്നു. ഇനി അഗ്നിസ്തുതിയാണ് 17ാമത്തെ ശ്ലോകം. പരസ്യ ബ്രഹ്മണ സാക്ഷാത് ജാതവേദോസി ഹവ്യവാട് ദേവാനാം പുരുഷാംഗാനാം യജ്ഞേന പുരുഷം യജ ഇതി. ജാതവേദ, ഹേ അഗ്നിദേവ, സാക്ഷാത് പരസ്യ ബ്രഹ്മണഃ സാക്ഷാത് പരബ്രഹ്മസ്വരൂപനായ ശ്രീഹരിക്ക് ഹവ്യവാട് ഹവ്യത്തെ വഹിച്ചു കൊണ്ടുപോകുന്ന ആൾ അസി അങ്ങാകുന്നു. ഭഗവാന് ഹോമിക്കുന്നതൊക്കെ അഗ്നിയിലാണ്. അപ്പോൾ അഗ്നിദേവനാണ് ഭഗവാന് കൊണ്ടു കൊടുക്കുന്നത്. ഇങ്ങനെ പുരുഷാംഗാനാം പുരുഷോത്തമനായ ശ്രീഹരിയുടെ അംഗങ്ങളായ ദേവാനാം ദേവന്മാരുടെ യജ്ഞേന യജ്ഞം കൊണ്ട് പുരുഷം മഹാപുരുഷനായ നിൻ തിരുവടിയെ തന്നെ യജിച്ചാലും എന്നാണ് കുശദ്വീപവാസികളുടെ അഗ്നി സമാരാധനാ മന്ത്രം. ഇനി ഈ കുശദ്വീപ് ചുറ്റപ്പെട്ടിരിക്കുന്നത് ഘൃതസമുദ്രത്താൽ പരിവേഷ്ടിതമായ ഘൃതോദേന വൃതഃ കുശദ്വീപഃ യഥാ തഥാ. ഇതുപോലെ തന്നെ ഘൃതോദാത് ബഹിഹി ഈ ഘൃതസമുദ്രത്തിൽ നിന്ന് പുറത്ത് അതിനേക്കാളും ഇരട്ടി വലുപ്പമുള്ള ക്രൗഞ്ചദ്വീപഃ സ്വസമാനേന ക്ഷീരോദേന അതിനു ചുറ്റുമുള്ളത് പാൽക്കടലാണ്. ഇതിനാൽ പരിതഃ ഉപക്ലിപ്തഃ നാലുപാടും ചുറ്റപ്പെട്ട് കിടക്കുന്നു. യസ്മിൻ ക്രൗഞ്ചഃ നാമ പർവ്വതരാജഃ ക്രൗഞ്ചം എന്നു പേരായ ഒരു പർവ്വതരാജൻ അവിടെ ഉള്ളത് കൊണ്ടാണ് ദ്വീപനാമ നിവർത്തകഃ ആസ്തേ ആ ദ്വീപിന് ക്രൗഞ്ചദ്വീപം എന്ന പേര് വന്നത്. ഈ ക്രൗഞ്ച പർവ്വതത്തെ മുരുക ഭഗവാൻ തന്റെ ആയുധത്താൽ തല്ലിത്തകർത്തിരുന്നു എന്ന് പറയുകയാണ് 19ാമത്തെ ശ്ലോകം. യഹാസൗ ഈ ക്രൗഞ്ച പർവ്വതം ഗുഹപ്രഹരണ ഉന്മഥിത ഗുഹനായിരിക്കുന്ന ഭഗവാൻ സുബ്രഹ്മണ്യന്റെ ആയുധത്താൽ തല്ലിത്തകർക്കപ്പെട്ട മധ്യഭാഗത്തോടും നിതംബകുഞ്ച വൃക്ഷലതാ നികുഞ്ചത്തോടും കൂടിയതായി ഭവിച്ചുവെങ്കിലും നിരന്തരം ഈ ക്ഷീരോദേന പാൽക്കടലിനാൽ ആസിച്യമാനഃ നന്നായി നനക്കപ്പെടുന്നതുകൊണ്ട് വരുണേന ഭഗവത ഒപ്പം വരുണ ഭഗവാന്റെ സംരക്ഷണവും കിട്ടുന്നു. അഭിഗുപ്തഃ സംരക്ഷിതനായും അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ക്രൗഞ്ചപർവ്വതം വിഭയഃ ബഭൂവ നിർഭയനായും ഭവിച്ചിരിക്കുന്നു. ഇനി ഈ ദ്വീപിന്റെ അധിപതി ആരാണ്? 20ാമത്തെ ശ്ലോകം. തസ്മിന്നപി പ്രയവ്രതഃ ഘൃതപൃഷ്ഠ നാമ അധിപതിഃ ഘൃതപൃഷ്ഠൻ എന്ന പ്രിയവ്രതപുത്രനാണ് ഇവിടുത്തെ അധിപതി. ആ ദ്വീപിനെയും 7 വർഷങ്ങളായി വേർതിരിച്ച് രിക്താദാൻ സപ്ത സ്വത്തവകാശികളായ ആ 7 പേരെയും ഈ 7 വർഷത്തിന്റെയും വർഷപാലകന്മാരാക്കി നിയമിച്ച് നിവേശ്യ
സ്വയം ഭഗവാൻ സ്വതവേ മഹാനുഭാവനായ അദ്ദേഹം പരമകല്യാണ യശസഹ ആ പരമമായ കീർത്തി എഴുന്നവനും ആത്മഭൂതസ്യ ആത്മസ്വരൂപനുമായിരിക്കുന്ന ഭഗവതഃ ഹരേഹ ചരണാരവിന്ദം ഉപജഗാമ ഭഗവാനായ ശ്രീഹരിയുടെ പാദാരവിന്ദത്തെ ശരണം ഗമിച്ചു. ഇനി അദ്ദേഹത്തിന്റെ 7 പുത്രന്മാർ ആരൊക്കെയായിരുന്നു? 21-ാമത്തെ ശ്ലോകം. ആമൻ, മധുരുഹൻ, മേഘപൃഷ്ഠൻ, സുധാമാവ്, ഭ്രാജിഷ്ഠൻ, ലോഹിതാർണൻ, വനസ്പതി. ഇവരുടെ ഭരണപരിധിയിലുള്ള തേഷാം വർഷഗിരയഃ സപ്ത, ആ വർഷങ്ങൾക്ക് അതിരായിട്ടുള്ള 7 പർവ്വതങ്ങൾ. ശുക്ലം, വർദ്ധമാനം, ഭോജനം, ഉപബർഹണം, നന്ദം, നന്ദനം, സർവതോ ഭദ്രം. ഇനി 7 നദികൾ: അഭയ, അമൃതൗഘ, ആര്യക, തീർത്ഥവതി, വൃത്തി, രൂപാവതി, പവിത്രവതി, ശുക്ല. ഇനി 22-ാമത്തെ ശ്ലോകം. ഇവിടുത്തെ ജനങ്ങൾ ആരൊക്കെയാണ്? അവർ ആരെയാണ് ആരാധിക്കുന്നത്? പുരുഷന്മാർ, ഋഷഭന്മാർ, ദ്രവിണന്മാർ, ദേവകന്മാർ, ഇങ്ങനെ പേരുള്ള വർഷപുരുഷാഹ. ആ ക്രൗഞ്ചദ്വീപ വർഷങ്ങളിലെ ജനങ്ങൾ നേരത്തെ പറഞ്ഞ ആ നദികളിലെ പവിത്രം, അമലം, അഭഹ, ആ വിശുദ്ധ നിർമ്മല ജലത്തെ ഉപയോഗിച്ചുകൊണ്ട് ആപോമയം ദേവം, ജലസ്വരൂപത്തിലിരിക്കുന്ന ആ ഭഗവാനെ അപാപൂർണേന, ജലത്തിന്റെ പൂർണാഞ്ജലി കൊണ്ട്, പൂർണേന അഞ്ജലിന യജന്തേ, ഉപാസിക്കുന്നു. അപ്പൊ ജലം കൊണ്ട് ചെയ്യുമ്പോൾ അത് തർപ്പണമായി. ജലദേവനെ പൂജിക്കുന്ന ആ മന്ത്രമാണ് 23-ാമത്തെ ശ്ലോകം. ആപ പുരുഷ വീര്യാഹസ്ഥ പുനന്തീഹി ഭൂർഭുവ സുവ താനഃ പുനീതാം അമീവഘ്നീഹി സ്പൃശതാം ആത്മനാ ഭുവ ഇതി. ഹേ ആപ, ജലദേവതമാരെ, നിങ്ങൾ ആ പുരുഷവീര്യാഹ, മഹാപുരുഷനായ ഭഗവാനിൽ നിന്ന് സംഭവിച്ച വീര്യത്തോടു കൂടിയവർ സ്ഥ ആകുന്നു. ഭൂഭുവ സുവഹ പുനന്തി, ഭൂർലോകത്തെയും ഭുവർലോകത്തെയും സ്വർഗലോകങ്ങളെയും പവിത്രീകരിക്കുന്നവയും ആത്മന, തങ്ങളുടെ സ്വഭാവത്താൽ, അമീവഘ്നീഹി, പാപങ്ങളെ നിഹനിക്കുന്നവയും ആകുന്നു. അങ്ങനെയുള്ള താഹ, നിങ്ങൾ, സ്മൃതാം, നിങ്ങളെ സ്പർശിക്കുന്ന നഹ, ഞങ്ങളുടെ ഭുവഹ, ശരീരങ്ങളെ, പുനീത, ശുദ്ധീകരിക്കുവിൻ. ഇതാണ് ജലദേവതോപാസനാ മന്ത്രം. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.